നിർഗുൺ ഭക്തി ശാഖയെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജ്ഞാനാശ്രയി ശാഖ, രണ്ട് പ്രേമാശ്രയി ശാഖ. ഹംസാവലി എന്ന് പറയുന്ന രചന എഴുതിയിരിക്കുന്നത് അസായിത്താണ്. അസായിത്തിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ഹംസാവലിയുടെ ഭാഷ വരുന്നത് രാജസ്ഥാനി ഭാഷയാണ്. അതുപോലെ ചന്ദായന്റെ ഭാഷ അവധി ഭാഷയാണെന്ന കാര്യം ഓർമ്മിക്കുക. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സുറുമി. ഞാൻ ഇന്ന് സെറ്റ് ഹിന്ദിക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഭക്തികാലം, അല്ലെ? ഭക്തികാലിൽ ഒരുപാട് രചനകൾ, ഭക്തി കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ സ്വർണ്ണയുഗം എന്ന പേരിലേക്കാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഭക്തി കാലഘട്ടത്തിൽ ഒരുപാട് രചനകൾ വരികയുണ്ടായി, അല്ലെ? ഒരുപാട് റൈറ്റേഴ്സ്, പ്രധാനപ്പെട്ട മെയിൻ റൈറ്റർ ജൈസി, കബീർദാസ്, സൂർദാസ്, തുളസിദാസ് പോലെയുള്ള അനേകം റൈറ്റേഴ്സ്, മറ്റനേകം റൈറ്റേഴ്സ് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. ഭക്തികാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? ഭക്തിക്കാണ്, അല്ലെ? രണ്ട് ടൈപ്പ് ഓഫ് രചനകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് നിർഗുൺ ഭക്തി ശാഖ, രണ്ടാമത്തേത് സഗുൺ ഭക്തി ശാഖ. സഗുൺ ഭക്തി ശാഖ എന്ന് പറഞ്ഞാൽ രൂപമുള്ള ഈശ്വരനെ ആരാധിച്ചിരുന്ന റൈറ്റേഴ്സ് ആണ് അതിൽ വരാ. അത് പിന്നെയും രണ്ടായിട്ട് തിരിച്ചു, രാം ഭക്തി ശാഖ എന്നും കൃഷ്ണ ഭക്തി ശാഖ എന്നും, അല്ലെ? അതുപോലെ തന്നെയാണ് നിർഗുൺ ഭക്തി ശാഖയെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജ്ഞാനാശ്രയി ശാഖ, രണ്ട് പ്രേമാശ്രയി ശാഖ. അപ്പോൾ ഈ പ്രേമാശ്രയി ശാഖയെ മറ്റൊരു പേരെടുത്തും നമുക്ക് വിളിക്കാം സൂഫി കാവ്യ, അല്ലെങ്കിൽ പ്രേമമാർഗി കാവ്യ എന്നൊക്കെ നമുക്ക് ഈ ഒരു രചനകളെ വിളിക്കാവുന്നതാണ്, ഈ ഒരു ശാഖയെ വിളിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് സൂഫി കാവ്യ രചനകൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ എക്സാമിനും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, അല്ലെ? പ്രേമമാർഗി കാവ്യം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നതെന്ന്. ഹിന്ദി കെ പ്രമുഖ സൂഫി കവി ഓർ കാവ്യ നിമ്നലിഖിത് ഹെ. പ്രധാനപ്പെട്ട സൂഫി കാവ്യ താഴെ കൊടുത്തിരിക്കുന്നവയാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹംസാവലി. ഹംസാവലി എന്ന് പറയുന്ന രചന എഴുതിയിരിക്കുന്നത് അസായിത്താണ്. അസായിത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പ്രേമമാർഗി ശാഖയിലെ പ്രഥം കവി അസായിത്താണെന്നാണ്. അപ്പൊ ആരാണ് അങ്ങനെ ഒരു അഭിപ്രായം പങ്കുവെച്ചിട്ടുള്ളത്? ഗണപതി ചന്ദ്രഗുപ്ത ആണ്. ഓക്കെ, ദെൻ അടുത്ത അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചന വരുന്നത് ഹംസാവലിയാണ്. അതിന്റെ ഇയർ ശ്രദ്ധിക്കുക, 1370 ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട രചനയാണ് ചന്ദായൻ. ചന്ദായൻ എന്ന് പറയുന്ന രചന 1379 എഴുതപ്പെട്ടതാണ്. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? മുല്ല ദാവൂദ് എന്ന് പറയുന്ന റൈറ്ററാണ്. രാംകുമാർ വർമ്മ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പ്രഥം കവി, പ്രേമമാർഗി ശാഖയിൽ വരുന്ന പ്രഥം കവി മുല്ല ദാവൂദ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? രാംകുമാർ വർമ്മയാണ്. ഓക്കെ, ഹംസാവലിയുടെ ഭാഷ വരുന്നത് രാജസ്ഥാനി ഭാഷയാണ്. അതുപോലെ ചന്ദായന്റെ ഭാഷ അവധി ഭാഷയാണെന്ന കാര്യം ഓർമ്മിക്കുക. ദെൻ അടുത്ത രചന ലഖൻസേൻ പത്മാവതി കഥ. അതിന്റെ ഇയർ വരുന്നത് 1459 രാജസ്ഥാനി ഭാഷയിൽ എഴുതിയിരിക്കുന്ന രചനയാണ്. ആരാണ് റൈറ്റർ? ദാമോദർ കവിയാണ് അതിന്റെ റൈറ്റർ വരുന്നത്. ദെൻ അടുത്ത രചന നോക്കുക, സത്യവതി കഥ. സത്യവതി കഥ 1501 എഴുതപ്പെട്ട ഈശ്വർദാസ് എഴുതിയിരിക്കുന്ന രചനയാണ്. അത് ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് ഈശ്വർദാസ് ആണ് പ്രേമമാർഗി ശാഖയിലെ പ്രഥം കവി എന്നാണ്. ഓക്കെ, ദെൻ അടുത്ത റൈറ്റർ നമുക്ക് നോക്കാം, കുത്തുബൻ. കുത്തുബന്റെ രചന ഏതാണ്? മൃഗാവതി എന്ന് പറയുന്ന രചനയാണ് കുത്തുബൻ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഇയർ വരുന്നത് 1501 ഓക്കെ, രാംചന്ദ്ര ശുക്ല പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രഥം രചന, പ്രേമമാർഗി ശാഖയിലെ പ്രഥം രചന രാമചന്ദ്ര ശുക്ലിന്റെ അടിസ്ഥാനത്തിൽ കുത്തുബന്റെ മൃഗാവതിയാണ്. അപ്പൊ കുത്തുബനാണ് പ്രഥം കവിയായിട്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, സത്യവതി കഥയുടെയും അതുപോലെ മൃഗാവതിയുടെയും ഭാഷ വരുന്നത് അവധി ഭാഷയാണ് കേട്ടോ. അവധി ഭാഷയിൽ എഴുതിയിരിക്കുന്ന രചനയാണ് സത്യവതി കഥയും മൃഗാവതിയും. അപ്പോ പ്രഥം കവി, സൂഫി കാവ്യ രചനയിലെ പ്രഥം കവി ആരാണെന്ന് ചോദിച്ചാൽ രാമചന്ദ്ര ശുക്ലന്റെ അടിസ്ഥാനത്തിൽ ആരാണ്? കുത്തുബനാണ്. എന്നാൽ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ അടിസ്ഥാനത്തിൽ അത് ഈശ്വർദാസ് ആണ്. ഗണപതി ചന്ദ്രഗുപ്തന്റെ അടിസ്ഥാനത്തിൽ അത് അസായിത്താണ്, സൂഫി മാർഗ കി
അല്ലെങ്കിൽ प्रेममार्गी शाखा की प्रथम कवि। देन राम कुमार वर्मा के अनुसार मुल्ला दाऊद प्रेममार्गी शाखा के प्रथम कवि माना जाता है। ओके, ഇതാണ് പ്രഥം കവിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ്സും ഓരോ പ്രധാനപ്പെട്ട രചനയുടെയും ഇയർ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട രചനകൾ നോക്കാം. മാധവാനൽ കാമകന്ദല എന്ന് പറയുന്ന രചന 1527 എഴുതപ്പെട്ട രചനയാണ്. ഗണപതിയാണ് റൈറ്റർ വരുന്നത്. ഭാഷ രാജസ്ഥാനി ഭാഷയാണ്. ഓക്കെ, അടുത്തത് പത്മാവത്. പത്മാവത് ആരുടെ രചനയാണ്? 1540 ജൈസി എഴുതിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് പത്മാവത്. ഓക്കെ, പത്മാവത് എന്ന് പറയുന്നത് അവധി ഭാഷയിൽ എഴുതിയ രചനയാണ്. അവധി ഭാഷയിൽ എഴുതിയ രചനയാണ് പത്മാവത്. അടുത്ത് നോക്കാം മധുമാലതി എന്ന് പറയുന്ന രചന ആരുടെയാണ്? മഞ്ജർ എഴുതിയിരിക്കുന്ന രചനയാണ്. 1545 മഞ്ജൻ എഴുതിയിരിക്കുന്ന രചനയാണ് മധുമാലതി. അതും വരുന്നത് അവധി ഭാഷ തന്നെയാണ്. ഓക്കെ, അടുത്ത രചനയാണ് രൂപമഞ്ജരിയുടെ ഇയർ വരുന്നത് 1568 നന്ദദാസ് ബ്രജ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന രചനയാണ് രൂപമഞ്ജരി. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട രചനകളും അതിൻ്റെ ഭാഷയും കൂടി നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റർ മാത്രം പഠിച്ചാൽ പോരാ, ഓരോ രചനകൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഭാഷകൾ കൂടി നോക്കി പോവാ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CCയിൽ സെറ്റ് ഹിന്ദിയുടെ കോഴ്സ് അവൈലബിൾ ആണ് ഇതുവരെ. ഇനിയിപ്പോൾ HST ഹിന്ദിയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്കറിയാം 1 ഇയറിനുള്ളിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ HST ഹിന്ദി എക്സാം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് സെറ്റ് വേണം, PG + BEd + സെറ്റ്. അപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും സാധ്യമാകും. അത് ക്രാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ലാത്ത കുട്ടികൾ അല്ലേ, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ലായിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് ഈ ഒരു വർഷം ഇനിയിപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു HSTയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇത്തവണത്തെ ജൂലൈയിലുള്ള സെറ്റ് എക്സാം തന്നെ നമുക്ക് ക്രാക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് CCയിൽ സെറ്റ് ഹിന്ദിയുടെ കോഴ്സ് അവൈലബിൾ ആണ്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത സൂഫി കാവ്യരചന പ്രധാനപ്പെട്ടതാണ് ചിത്തായി വാർത്ത ആരുടെ രചനയാണ്? 1590 നാരായൺ ദാസ് എഴുതിയിട്ടുള്ള രചനയാണ്. അത് രാജസ്ഥാനി മിശ്രിത് ബ്രജ് ഭാഷയിൽ എഴുതിയിട്ടുള്ള രചന കൂടിയാണ്. ഓക്കെ, അടുത്തത് ചിത്രാവലി എന്ന് പറയുന്ന രചന അവധി ഭാഷയിൽ ഉസ്മാൻ 1613 എഴുതിയിട്ടുള്ള രചനയാണ്. അടുത്തത് നോക്കുക രസരഥൻ എന്ന് പറയുന്നത് പുഹക്കറിന്റെ രചനയാണ്. ഇയർ നോക്കുക 1618 അവധി ഭാഷ തന്നെയാണ് വരുന്നത്. ഖ്യാൻ ദീപ 1619 ഷേഖ് നബി എഴുതിയിട്ടുള്ള രചനയാണ്. ഇന്ദ്രാവതി 1744 നൂർ മുഹമ്മദ് എഴുതിയിട്ടുള്ള രചന. അടുത്തത് നോക്കുക അനുരാഗ് ബാസുരി 1764 ഇയർ വരുന്നത്. നൂർ മുഹമ്മദ് തന്നെ എഴുതിയിട്ടുള്ള രചനയാണ്. ഇതിലെല്ലാം ഭാഷ വരുന്നത് അവധി ഭാഷയാണ്. ഓക്കെ, അവധി ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനകളാണ്. ഓക്കെ, നമുക്കറിയാം സെറ്റ് എക്സാമിന്റെ റെക്ടിഫൈഡ് ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെക്ടിഫൈഡ് ആൻസർ കീ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതിയാവും. ഈ QR കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലെറ്റ്സ് ഫ്രീ ടു ആസ്ക്. സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ CCയുടെ ഈ സെറ്റിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? CCയിൽ സെറ്റ് ഹിന്ദിയുടെ കോഴ്സസ് അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മറക്കണ്ട, HSTയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.